കഴിഞ്ഞ 23 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സൈനിക നീക്കത്തിനാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് സാക്ഷ്യം വഹിക്കുന്നത്. നൂറുകണക്കിന് അത്യാധുനിക യുദ്ധവിമാനങ്ങൾ, ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകൾ, ആണവ അന്തർവാഹിനികൾ. ഇറാനെ 5 വശങ്ങളിൽ നിന്നും അമേരിക്ക വളഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ 10 ദിവസത്തെ അന്ത്യശാസനം അവസാനിക്കുന്നത് മാർച്ച് 1-നാണ്. എന്തുകൊണ്ടാണ് മാർച്ച് 1 ഇത്ര പ്രധാനമാകുന്നത്? അമേരിക്കയുടെ പ്ലാൻ എന്താണ്? ഇറാൻ ഇതിനെ എങ്ങനെ നേരിടും? നമുക്ക് വിശദമായി നോക്കാം. സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പ്രകാരം 5 തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലൂടെയാണ് അമേരിക്ക ഇറാനെ ലോക്ക് ചെയ്തിരിക്കുന്നത്. 1. അറബിക്കടലിൽ USS എബ്രഹാം ലിങ്കൺ നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഇതിൽ മാത്രം 90 യുദ്ധവിമാനങ്ങളുണ്ട്. 2. ലോകത്തിന്റെ എണ്ണക്കടത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ഹോർമൂസ് കടലിടുക്കിന് സമീപം മാരകമായ മിസൈലുകൾ വഹിക്കുന്ന യുദ്ധക്കപ്പലുകൾ എത്തിക്കഴിഞ്ഞു. 3. പേർഷ്യൻ ഗൾഫിൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും വെറും 900 കിലോമീറ്റർ അകലെ അമേരിക്കൻ കപ്പലുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. 4. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ഫോർഡ് ഇപ്പോൾ ഇസ്രയേലിന് സമീപത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 5. ചെങ്കടലിലും അമേരിക്കൻ സാന്നിധ്യം ശക്തമാണ്. ചുരുക്കത്തിൽ, ട്രംപിന്റെ ഒരു ഉത്തരവ് വന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇറാന്റെ ഏത് ഭാഗവും തകർക്കാൻ തക്ക രീതിയിലാണ് ഈ സന്നാഹം. കടലിൽ മാത്രമല്ല, ആകാശത്തും അമേരിക്കൻ പടയൊരുക്കം പൂർത്തിയായി. ജോർദാനിലെയും സൗദിയിലെയും സൈനിക താവളങ്ങളിൽ F-37, F-22 വിമാനങ്ങൾ സജ്ജമാണ്. എന്തുകൊണ്ടാണ് മാർച്ച് 1 എന്ന തീയതി ചർച്ചയാകുന്നതെന്ന് ഇനി നോക്കാം. ഫെബ്രുവരി 19-ന് ട്രംപ് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അറിയാത്തവരും കേൾക്കാത്തവരുമുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. അടുത്ത 10 ദിവസത്തിനുള്ളിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ അറിയും. ഒന്നുകിൽ ഒരു കരാർ, അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ വളരെ മോശമാകും. ഈ 10 ദിവസം അവസാനിക്കുന്നത് മാർച്ച് 1-നാണ്. ഇറാന്റെ ആണവ പദ്ധതികൾ എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. അമേരിക്ക ഇത്ര വലിയ സന്നാഹം കൂട്ടുമ്പോൾ ഇറാൻ കയ്യും കെട്ടിയിരിക്കുമെന്ന് ആരും കരുതുന്നില്ല. ആധുനിക യുദ്ധതന്ത്രങ്ങളിലൂടെ ഇതിനെ നേരിടാനാണ് ഇറാന്റെ നീക്കം. ആദ്യത്തെ തന്ത്രം ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക എന്നതാണ്. ലോകത്തെ 20% എണ്ണയും കടന്നു പോകുന്നത് ഇവിടെ കൂടെയാണ്. ഇത് അടച്ചാൽ ലോകം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാകും. കൂടാതെ സമുദ്രത്തിനടിയിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന മൈനുകൾ ഉപയോഗിച്ച് അമേരിക്കൻ കപ്പലുകളെ തകർക്കാനും ഇറാൻ പദ്ധതിയിടുന്നുണ്ട്. അടുത്തത് സ്വാം അറ്റാക്കാണ്. സ്ഫോടക വസ്തുക്കൾ നിറച്ച് നൂറുകണക്കിന് ചെറിയ ബോട്ടുകൾ ഒരേ സമയം അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കുന്ന രീതിയാണിത്. ഇതിനൊപ്പം 2500 കിലോമീറ്റർ പരിധിയുള്ള ഷാഹേദ് ഡ്രോണുകളും ഇറാന്റെ പക്കലുണ്ട്. പോരാത്തതിന് ഭൂമിക്കടിയിൽ 500 അടി താഴ്ചയുള്ള രഹസ്യ അറകളിലാണ് ഇറാൻ തങ്ങളുടെ മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ആക്രമണമുണ്ടായാൽ ഇറാന്റെ ഉന്നത നേതൃത്വവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടേക്കാം. ഇത് മുന്നിൽ കണ്ട ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മൊസൈക് ഡിഫൻസ് എന്ന വികേന്ദ്രീകൃതമായ പ്രതിരോധ രീതി നടപ്പിലാക്കുന്നു. ഇതനുസരിച്ച് കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ തന്നെ പ്രാദേശിക കമാൻഡർമാർക്ക് സാഹചര്യത്തിനനുസരിച്ച് സ്വതന്ത്രമായി തീരുമാനമെടുക്കാം. തിരിച്ചടിക്കാനും സാധിക്കും. 4 പതിറ്റാണ്ടായി തുടരുന്ന ഈ ശത്രുതയ്ക്ക് പിന്നിൽ പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. ആണവായുധ ഭീതി. ഇറാൻ രഹസ്യമായി അണുബോംബ് നിർമ്മിക്കുന്നുവെന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. സാമ്പത്തിക ഉപരോധം. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ അമേരിക്ക കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിഴൽ യുദ്ധങ്ങൾ. മിഡിൽ ഈസ്റ്റിലെ വിവിധ ഗ്രൂപ്പുകളെ ഇറാൻ പിന്തുണയ്ക്കുന്നത് അമേരിക്കയെ ചൊടിപ്പിക്കുന്നു. ഇസ്രയേലിന്റെ സുരക്ഷ. അമേരിക്കയുടെ അടുത്ത സുഹൃത്തായ ഇസ്രയേലിന് ഇറാൻ ഭീഷണിയാണെന്ന വാദം. യുദ്ധം നടന്നാൽ അത് ലോകത്തിലെ എണ്ണവിലയെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെയും സാരമായി ബാധിക്കും. മാർച്ച് 1-ന് മുൻപ് ഒരു സമാധാന ചർച്ച നടക്കുമോ? നല്ലത് നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.